ഹലോ, അനന്യാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മേൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ വന്നതാണ്. ഞങ്ങൾ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ എല്ലാവരും കൂടെ ഒന്ന് അങ്ങനെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വന്നതാണ്. അപ്പോൾ അവിടെ വല്യമ്മയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. വല്യമ്മയുടെ മരുമോളുടെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കേക്കൊക്കെ വന്ന് നമ്മുടെ വീട്ടിലായിരുന്നു ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിരുന്നു. വെൽക്കം വെൽക്കം. ഗുഡ് മോർണിംഗ് ദാദാ. കോയമുട്ട മാമ. നാളെ വാപ്പട്ട വരാറാ. അപ്പോൾ ഇത് ആ വല്യമ്മേൻ്റെ മോളാണ്. അപ്പോൾ അവൾ വരുമ്പം അവൾ കുറേ കൃഷിയുടെയൊക്കെ ആളാണ്. അവളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കൃഷി സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കുറേ മുളക് തൈ അങ്ങനെയൊക്കെ വെച്ചതാണ്. അപ്പോൾ അവൾ ചക്കയൊക്കെ കൊണ്ടുവന്നതാണ്. മുരിങ്ങേൻ്റെ ഇല ഞങ്ങളവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങളൊക്കെ വരുമ്പം പലഹാരം ഒന്നും കൊണ്ടുവരണ്ട, എനിക്ക് കുറേ നാടൻ സാധനങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ അവർ കണ്ടറിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ അനന്യാസ് ഫാമിലിയിലേക്കുള്ള വ്ളോഗ് എടുക്കുകയാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ എന്നെ കളിയാക്കണമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഞങ്ങളുടെ തറവാട്ടിലൊരു പൂജയ്ക്ക് ഉണ്ടായിട്ട് പോയി വന്നത് കേട്ടോ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അമ്മ പറയാം അവൾക്ക് തന്നെയാണ് പണി, ഇപ്പോൾ എന്ത് ചെയ്താലും ഇപ്പോൾ വീഡിയോ എടുക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവരോട് ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വീട്ടിട്ട് വേഗം പണിയൊക്കെ തീർത്ത് വെച്ചത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. പക്ഷേ എന്നാലും അതിൽ അവർ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്ന് നോക്കിയാൽ വീഡിയോ ഒന്നും കാണാനില്ല കേട്ടോ. ഞാൻ ആ ബട്ടൺ അമർത്തിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പം വല്യമ്മയുടെ മരുമോളുടെയും ഇതിൻ്റെ മുന്നേ ഞാൻ വല്യമ്മേൻ്റെ 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അവർ കേക്കും കട്ടിങ്ങൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും കൊടുക്കലൊക്കെ കേട്ടോ അവിടെ നടക്കുന്നത്. ഇതിൽ എൻ്റെ കണ്ണനെയാണ് ഞാൻ മിസ് ചെയ്യുന്നത്. കണ്ണനെ ഉപരി വരുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നേ അവൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി. അപ്പം എല്ലാവരും കൂടെ കൂടുമ്പം അതൊരു രസമല്ലേ. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് നമുക്കിതൊക്കെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കൂടുമ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മോനത് ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അവന് ഭയങ്കര വിഷമമായി എല്ലാവരും കൂടി വന്ന് അപ്പോൾ എനിക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരോട് നീ ഉള്ളപ്പം വരാൻ വേണ്ടി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സമാധാനിപ്പിച്ചിരുത്തിയതാട്ടോ.
ഇത് അമ്മേൻ്റെ രണ്ടാമത്തെ ചേച്ചി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ മക്കളെ വിളിക്കുക കോഴിമുട്ട അമ്മമ്മ എന്നാണ്. കാരണം എൻ്റെ മക്കൾ എപ്പം അമ്മമ്മേൻ്റെ അതായത് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവർക്ക് കോഴിമുട്ട കൊടുക്കും. അപ്പോൾ അതായത് അവരെ വീട്ടിൽ ഇഷ്ടംപോലെ ഇങ്ങനെ കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നാടൻ കോഴിമുട്ട കിട്ടുമ്പോൾ അന്ന് കുട്ടികൾ ചെറുതായിരുന്നു. അപ്പോൾ അവർ എപ്പോഴും ഈ വല്യമ്മ എന്നുള്ള പേരിടുന്ന കോഴിമുട്ട അമ്മമ്മ എന്നാണ് അവർ വല്യമ്മയ്ക്ക് ഇട്ട പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഴിമുട്ട അമ്മമ്മ എന്നുള്ള പേരിലാണ് ഈ വല്യമ്മേനെ ഇപ്പോൾ എൻ്റെ മക്കൾ അറിയപ്പെടുന്നത്. അഭിലാഷിൻ്റെ ഇവിടെ അപ്പോഴേക്ക് പിന്നെ ചക്ക കൊണ്ടുവന്നത് ചെത്തലും പിന്നെ അതിൽ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു, പച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെത്തലും മുറിക്കലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്ക വെക്കലും എല്ലാം കൂടെ ഒരു ബഹളമായിരുന്നിട്ട് ഭയങ്കര രസമായിരുന്നേ. അപ്പം നമ്മളിവിടെ ഡൽഹിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നാട്ടിൽ വല്ലപ്പോഴും പോകുമ്പോഴാണ് നമ്മളെല്ലാവരുമായിട്ട് ഒത്ത് കൂടുമ്പം അതിൻ്റെ ഒരു രസം ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അമ്മയുടെ ഫാമിലി പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ തന്നെയായി. അപ്പം ഇത് പിന്നെ ഞങ്ങൾ ചക്കയൊക്കെ മുറിച്ച് അതിൻ്റെ ഇടയിൽ വെക്കലും കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ആദ്യം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് തോട്ടിൽ പോകണം. വീടിൻ്റെ അടുത്തൊരു തോടുണ്ട് കേട്ടോ. അപ്പം മോക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടം. മറ്റവർക്ക് അവരൊക്കെ വീടിൻ്റെ അടുത്ത് തോടുണ്ടെങ്കിലും അങ്ങനെ ആ തോട്ടിൽ പോയിട്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തോട്ടിലൊക്കെ പോയിട്ടോ. ഏതാ പൈതി എടുത്തോളൂ. ഇതാണ് അവർ തോട്ടിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർ തോർത്ത് മുണ്ട് എല്ലാം എടുത്തിട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പേൻ നോക്കുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കൂടുമ്പോൾ ഒരു പേൻ നോക്കലൊക്കെ പരിപാടി ഉണ്ടല്ലോ നമ്മൾ നാട്ടിലാകുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവരിതാ തോട്ടിലെത്തിയിട്ട് നല്ല രസമാണ് കേട്ടോ. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു പാടവും തോടും ഒക്കെ ഉള്ളത്. അവിടെ കുറേ മയിലൊക്കെ ഉണ്ട് കേട്ടോ ആ എന്താ പറയുക പാടത്തൊക്കെ. അപ്പം ഭയങ്കര രസമാണ് അതൊക്കെ കാണാൻ. കുട്ടികളൊക്കെ അവിടെ ഒക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മളത് ഒരു ചായയൊക്കെ ഇട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ എല്ലാവരും നമ്മൾ ഒരു ഫോട്ടോ എടുപ്പ് അതെല്ലാം ഫോട്ടോ എടുപ്പില്ലാത്തൊരു പരിപാടി കൂടെ നിന്ന് കേട്ടോ. പിന്നെ എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ നമുക്കൊരു വിഷമാണേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാ അവിടെ യാത്ര വന്ന് വല്യമ്മ അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിലായാലും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ ഫാമിലിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇനിയിപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ ഇനിയിപ്പോൾ ചോറും കറിയൊന്നും വെക്കണ്ടാറിട്ട് നമുക്ക് കറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളെ ഫാമിലിയിലൊക്കെ എല്ലാവരും. ഇപ്പോൾ എല്ലാ ഫാമിലിയിലും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ കറിയും ഇനി വൈകുന്നേരം വീട്ടിൽ പോയിട്ട് വെക്കേണ്ടാറ് ഇതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കലും അപ്പോൾ അതിനെ പറ്റിയിട്ട് ഓരോരോ സംസാരം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരങ്ങനെ പോകും ചെയ്തു.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്